എത്ര നേരമായി ഒന്ന് ബുക്ക് ചെയ്തിട്ട്? 10-20 മിനിറ്റ് ആയി. ഇതുവരെ ആവും വന്നില്ല. എന്തൊക്കെ ജാട. പോയിട്ട് വേറെ കാര്യമുള്ള ഒരു ഇതാണ് ഓൺലൈൻ ബുക്ക് ചെയ്തുള്ള കുഴപ്പം. എല്ലാത്തും ചെറവറാണെന്നും പറയാൻ വരും. ഇപ്പം അതുപോലും ഇല്ല. ഇവനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ജാടയും കാണണം. എന്താണ് വേറെ പണിക്ക് സാധനം വണ്ടിയാണോ? അല്ല, ഇനിയിപ്പോൾ ഇവനൊക്കെ എപ്പോഴായിരിക്കും വരുന്നത്? ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനും വേണം അവൻ വരാൻ അരമണിക്കൂർ. പറയുക ഒരു ഓട്ടോറിക്ഷ ഇവിടെ കിടപ്പുണ്ട്. അവനൊക്കെ കണ്ടപ്പോൾ അവൻ ഓട്ടം പോകാൻ റെഡിയില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുണ്ട് ഓട്ടോക്കാരൊക്കെ. ഈ ഓൺലൈൻകാരും ബുക്ക് ചെയ്ത് അവന്മാരാണെങ്കിൽ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പ്രതീതിയാണ്. ഇങ്ങനെയൊക്കെ കഷ്ടം ഒന്നുണ്ടോ? എനിക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കണേ. പോയിട്ട് വേറെ കാര്യമുള്ളതായിരുന്നു. ബുക്ക് ചെയ്തിട്ട് അരമണിക്കൂറോളായി. ഇപ്പോൾ എന്ത് ചെയ്യും? ഒരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ കൈ കാണിച്ചാൽ നിർത്തുകയില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും യൂബർ ടാക്സി കിട്ടിയാലും മതിയായിരുന്നു. അതുമില്ല. സ്റ്റാൻഡിൽ പോയായിരുന്നെങ്കിൽ, ഈ സ്റ്റാൻഡിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇനി കുറേ പോകണം. അതിലിപ്പോൾ ഇനി ചിലപ്പോൾ അവൻ വരുമായിരിക്കും. നേരം വെയിറ്റ് ചെയ്യാം. ഇതാരാണ് അത്? അതിലും അപ്പുറം. എത്ര നേരമാടാ ഇത്? ഇവനൊക്കെ എന്ത് മണ്ടൻ്റെക്കാണ് അതിൽ പോയേക്കണത്. എൻ്റെ സ്വഭാവം അറിയാൻ പാടില്ല കേട്ടോ. വരട്ടെ. എന്താടോ എത്ര നേരമായിടോ ഞാനിവിടെ നിൽക്കണത്? എത്ര നേരമായി ബുക്ക് ചെയ്തിട്ട്? അരമണിക്കൂർ മേലെയല്ലേ? നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? നിങ്ങളുടെ സമയത്താണ് എനിക്ക് പോകേണ്ടത്. വൈറ്റിലേന്ന് തൊട്ട് ബ്ലോക്ക് ആയിരുന്നു സാറ്. മനഃപൂർവ്വമല്ല സാറ് കയറിക്കാട്ട്. കയറണം, എൻ്റെ ആവശ്യമായിപ്പോയി. ചൂട് പറഞ്ഞാണ്ട് ഇപ്പോൾ 6:25. അതെ, ഇതൊക്കെ എന്താണ് ഈ കാണുന്നത്? ഇതൊക്കെ എന്താണ്? ലോട്ടറി കച്ചവടം? എനിക്ക് ലോട്ടറി കച്ചവടമുള്ള വണ്ടി എനിക്ക് പോകണ്ട സാറേ. ഇത് മയക്കുമരുന്നും കഞ്ചാവും MDMA ഒന്നും അല്ലല്ലോ സാറേ. ഇത് കേരള സർക്കാരിൻ്റെ ഓണം ബമ്പറല്ലേ. അത് 10 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടതാ. ഇടോ, മയക്കുമരുന്നിനേക്കാൾ ഏറ്റവും ഡേഞ്ചറാണ് ഈ സാധനം. തനിക്കറിയാമോ എത്ര കുടുംബം അനാഥരായിട്ടുണ്ടെന്നറിയാവോ? എത്ര രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയാവോ? ഈ ലോട്ടറി എടുത്തെടുത്ത് 10 പൈസ അടിക്കണുണ്ടോ ആർക്കെങ്കിലും? ഇത് വിറ്റിട്ട് ആരെങ്കിലും അടിച്ചതായിട്ട് പറയാനുണ്ടോ? ഉള്ള തട്ടിപ്പ് അത് നിങ്ങളും കൊണ്ടു കിടക്കുവാണ് സാറേ. ആത്മഹത്യ ചെയ്യാനുള്ളവൻ ലോട്ടറി ഉണ്ടായാലും ചെല്ല, ഇല്ലേലും കൊള്ളാം. അവനൊക്കെ ആത്മഹത്യ ചെയ്യും. കുടുംബം നോക്കുന്നവനൊന്നും ആത്മഹത്യ ചെയ്യത്തില്ല. കുടുംബത്തോടും സമൂഹത്തോടും യാതൊരു ബാധ്യത ഇല്ലാത്തവനാ കയറി തൂങ്ങുകയും ചാവുകയും ചെയ്യുന്നു. ലോട്ടറിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് പോയാൽ മതി. എങ്ങനെ? ഈ ലോട്ടറി കച്ചവടമുള്ള വണ്ടിയിൽ എനിക്ക് പോകണ്ട. ഞാൻ ബുക്ക് ചെയ്ത് പോയില്ല. 1/4 മണിക്കൂറേ ഇവിടെ നിൽക്കണേ. ഈ ലോട്ടറിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പോയാൽ മതി. ഞാൻ ഇപ്പം ഓൺലൈൻ ഓടുന്നെങ്കിലേ അത് അവർക്കും കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 10 ഓണം മെമ്പറിട്ട് സാറിനെന്താ ബുദ്ധിമുട്ട്? ഇത്ര നേരം ഞാൻ സാറേ സാറേ എന്നാ വിളിച്ചത്. ആ സാറേ സാറേ എന്നുള്ള അക്ഷരം മാറ്റി എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നു. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? നിങ്ങളൊക്കെ ഞങ്ങൾ ഓൺലൈൻകാർ എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ അടിമയാണ്. ഇതെന്താ ഏറിയ ആകാശത്തോടല്ല വരുന്ന വണ്ടി. ഇവിടെ ബ്ലോക്കായി. താങ്ങോട്ട് ഇറങ്ങ വണ്ടിയിൽ നിന്ന്. താനിങ്ങനെ ചൂടാവണെന്തിനാണോ? താൻ വൈകി വരികയും ചെയ്തു. ഇത് MDMAയും പാൻപരാവും തമ്പാക്കൊന്നും അല്ല. കേരള സർക്കാരിന്റെ ഓണം മെമ്പർ. ഇറങ്ങ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. താനെന്തോ ചൂടാവണെന്താ? ചൂടാവൊന്നും വേണ്ട. ഇത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. കൊണ്ടുപോകുന്നില്ല വണ്ടി. ഓൺലൈന് വേണ്ട.
ഇതിന് ഞാൻ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കും. സാർ എവിടെയെങ്കിലും കൊണ്ട് പരാതി കൊടുക്കും. വണ്ടി കയറുള്ളൂ. വണ്ടി കയറും. എടോ ഇത് നമ്മളെ കടത്തി വെക്കുന്ന സാധനമാണല്ലോ. അതവിടെ ഒരു മെമ്പറിങ് ഒരു മെമ്പർ ആണോ എന്റെ പ്രശ്നം സോൾവ് ആകട്ടെ. ഏതായാലും നമ്മളിങ്ങനെയായി. ഓണം മെമ്പർ 26/9 നറുക്കെടുപ്പ്. ഓണം മെമ്പർ 30 കോടിയാക്കിയോ? അമ്പടാ 25 കോടിയിൽ നിന്ന് ഒറ്റയടിക്ക് 5 കോടി. കൊള്ളാം, കുഴപ്പമില്ല. എന്നാ ഓക്കെ, വണ്ടി കയറി വാ പോവാ. കാരണം പിന്നെ ഇപ്പൊ ഞാനായത് കൊണ്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്. എനിക്ക് പോയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെ വേറെ ആളെ നിർത്തി പോസ്റ്റ് ആക്കരുത് കേട്ടോ. കാരണം പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. ഞാൻ പിന്നെ ഞാനിത് ഓടി മടുത്ത്. കാരണം ഇപ്പം ഒന്നാമത് ട്രാഫിക് ജാമാണ്. വണ്ടി എടുത്തോ. എനിക്ക് ആ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറയാം. കുഴപ്പമില്ല. എനിക്ക് 80 രൂപ ഇട്ടല്ലേ. ആ ബെമ്പറിന്റെ കാശ് ആദ്യം പിടിച്ചേ. ബെമ്പറിന്റെ കാശ് ആദ്യം. താങ്ക് യു സാർ. എന്നെവിടൊന്നും തോന്നുന്നില്ല സാർ. ഇല്ല, പോട്ടെ വണ്ടി പോട്ടെ. നമ്മളാ ബുദ്ധിമുട്ട് വെയിലും പോട്ടെ. നിങ്ങളൊക്കെ മേടിച്ചാലേ നമ്മളെ അരിപ്രശ്നം നടക്കത്തുള്ളൂ. പോട്ടെ.